ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടും സേഫായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ദിവസമായി വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ എടുക്കാനായാലും ഇടാനായെങ്കിലും ഭയങ്കര ഒരു മടിയാണ്. അപ്പോൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു അനുഭവമാണ്, ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് വയനാട്ടിൽ വെച്ചിട്ട്. അതാണ് ഏറ്റവും വലിയൊരു വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനായാലും ഇടാനായെങ്കിലും ഭയങ്കര ഒരു മടിയാണ്. എടുത്ത് വെച്ച് തന്നെ അപ്ലോഡാക്കി അത് എഡിറ്റ് ആക്കിയിട്ട് ഇടാൻ ഭയങ്കര ഒരു മടി പിടിച്ചിട്ടുണ്ടായിരുന്നു. എത്ര ആൾക്കാരാണ് മരിച്ചു പോയത്, മണ്ണിനടിയിലും ഒഴുകിയും എത്ര ആൾക്കാരുടെ ജീവനാണ് പോയത്. എത്ര സന്തോഷത്തോടെ ആയിരിക്കും രാത്രി കിടന്നുറങ്ങിയത്. ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ദുരന്തം നമ്മളെ തേടിയെത്തും. ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവൂല. അപ്പോൾ സന്തോഷത്തോടെ കിടന്നുറങ്ങിയതാവും. അപ്പോൾ അത് പെട്ടെന്ന് വന്ന് എല്ലാവരുടെയും ജീവൻ തന്നെ കൊണ്ടുപോകുന്ന ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. ഇപ്രാവശ്യം നല്ല മഴയാണ്, കൂടുതൽ മഴയാണ്. 4 ദിവസമായി, ഇവിടെയാണെങ്കിൽ 4-5 ദിവസമായില്ലേ സ്കൂളുകൾക്ക് അവധിയും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ജാഗ്രത തന്നെ വേണം. എല്ലാവരും സേഫായി തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ഈ മഴക്കാലത്തൊന്ന് നിർത്തി വെച്ച് മഴയൊക്കെ കുറഞ്ഞതിന് ശേഷം പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്നത് ദുആ മാത്രമാണ്. അവർക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ നല്ലൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക്ക് ആ നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഒക്കെ നല്ല പോലെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ നല്ല രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ക്യാൻസർ രോഗം തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ കളയാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു ഈ പാത്രം. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു ഇത് കളയാൻ നിൽക്കണ്ട, അപ്പോൾ ഇത് നമുക്കിത് ഈ കോട്ടിംഗ് ഒക്കെ നല്ല പോലെ പോയിച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു തന്ന രീതിക്ക് ഞാനിത് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയായ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കും. നിങ്ങളുടെ കയ്യിലുണ്ടാവും ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രം കളയാനായിട്ട് വെച്ചിട്ട്. ഇനി ആരും അങ്ങനെയുള്ള പാത്രം കളയാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. പിന്നെ വേണ്ടിയത് ഉപ്പാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രമാണ് ഇത് പോയിപ്പിച്ചെടുക്കുന്നുള്ളത്. ഇതെല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഐറ്റമാണ്. അപ്പോൾ വിനാഗിരിയാണ് വേണ്ടത്. പിന്നെ ഇതുപോലുള്ളൊരു സ്റ്റീൽ സ്ക്രബ്ബറാണ് വേണ്ടത്. അപ്പോൾ സ്റ്റീൽ സ്ക്രബ്ബർ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണ് സ്റ്റീൽ സ്ക്രബ്ബർ. അപ്പോൾ അതും കൂടി വേണം. പിന്നെ വേണ്ടിയിട്ടുള്ളത് ഒരു സാൻഡ് പേപ്പറിൻ്റെ ഒരു കഷ്ണമാണ് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് പെയിൻറ്റിങ് ഒക്കെ ഉള്ള കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന തുച്ഛമായ വിലക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു കഷ്ണം മതിയാവും. ഇത് നമ്മൾ പെയിൻ്റ് എടുക്കുന്ന സമയത്ത് മരത്തിൻ്റെ വാതിലൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്ന ഒരു ഐറ്റമാണ് ഈ സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് പെയിൻറ്റുള്ള കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ച് ഡിഷ് വാഷും കൂടിയാണ്. അപ്പോൾ ഡിഷ് വാഷാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാൻ ഡിഷ് വാഷും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഒരു ഐറ്റം കൂടി വേണം. അപ്പോൾ അത് നമ്മളുടെ ക്ഷമയാണ്. ക്ഷമ എത്രത്തോളം നമുക്ക് ക്ഷമിച്ച് നിൽക്കുന്നോ അത്രത്തോളം ഇത് നമുക്ക് സക്സസ് ആയി കിട്ടും. അപ്പോൾ മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റം എന്ന് വെച്ചാൽ ക്ഷമയാണ്. അപ്പോൾ അതും കൂടി വേണം. പിന്നെ അതെങ്ങനെ ഉണ്ടാക്കി ഈ കറിങ്ങനെന്ന് പോയിപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക്, ആ നോൺ സ്റ്റിക്കിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ അതൊന്ന് പതഞ്ഞ് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് നല്ല പോലെ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ വെച്ച് എല്ലായിടത്തും ഒന്ന് ഉരച്ച് കൊടുക്കാം. നല്ല പോലെ എല്ലായിടത്തും ഒന്ന് ഉരച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബർ ആകുമ്പോൾ നല്ല പോലെ ഒന്ന് ഉരച്ച് കൊടുക്കണം. ഇതിൻ്റെ ഈ വെള്ളം എല്ലായിടത്ത് എത്തുന്ന രീതി നമ്മൾ നല്ല പോലെ ഒന്ന് ഉരച്ച് കൊടുക്കണം. അപ്പോൾ ഉരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് യോടെ തന്നെ ഉരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എത്രത്തോളം ക്ഷമയോടെ ഇത് ചെയ്തെടുക്കുന്നോ അത്രത്തോളം ഇത് നമുക്ക് സക്സസ് ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അതാണ്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം എന്ന് വെച്ചാൽ ക്ഷമയാണ്. അങ്ങനെ ഇത് നല്ല പോലെ ഒന്ന് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് ഇതുപോലെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ 3 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കയ്യിലുള്ള സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ല പോലെ കൈകൊണ്ട് നല്ല പോലെ ശക്തിക്ക് തന്നെ ഉരച്ച് കൊടുക്കാം. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഉരച്ച് കൊടുക്കാം.
സാൻഡ് പേപ്പർ കൊണ്ട് നല്ല പോലെ ഉരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ലപോലെ കഴുകിയിട്ടെടുക്കാം. പിന്നെ അങ്ങനെ ഞാൻ എന്താ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ഐറ്റം എന്ന് വെച്ചാൽ ഡിഷ് വാഷാണ്. അപ്പോൾ നമ്മൾ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡിഷ് വാഷും ഒഴിച്ച് നല്ല പോലെ സ്റ്റീൽ സ്ക്രബ്ബർ കൊണ്ട് നല്ല പോലെ ശക്തിക്ക് തന്നെ ഉരച്ചെടുക്കാം. നല്ല പോലെ ഉരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കഴുകിയെടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഉരച്ചെടുക്കാൻ നമുക്ക് നല്ല പോലെ വേണ്ടത് ക്ഷമയാണ്. എന്താ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകിയെടുത്ത് നോക്കുമ്പോൾ ഒരു 75% ഇത് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പോയി കാണുമ്പോഴാണ് വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആവുമെന്നുള്ളത് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വിം ഒഴിച്ച് ഡിഷ് വാഷ് ഒഴിച്ച് ഞാൻ എന്താ നല്ല പോലെ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നുള്ളത് ഇത് എത്രത്തോളം സക്സസ് ആയി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്കിത് 100% സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്ക്രൂവിൻ്റെ ഇടയിൽ കാണുന്ന കുറച്ച് മാത്രമാണ്, അതും കൂടി സാൻഡ് പേപ്പർ യൂസ് ചെയ്താൽ പോയി കിട്ടും. അപ്പോൾ എനിക്ക് നല്ല പോലെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഇത് കോട്ടിങ് ഉണ്ടായ നോൺ സ്റ്റിക്ക് പാത്രമാണെന്ന് തന്നെ പറയത്തില്ല, അത്രക്കും പെർഫെക്റ്റ് ആയി തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും യൂസ്ഫുള്ളാക്കുക. നിങ്ങളുടെ വീട്ടിൽ കളിയാൻ വെച്ച് എന്തായാലും നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ വരുന്ന പരസ്യവും കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതാ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. അതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് ഒരു 3 മിനിറ്റ് നല്ല പോലെ തിളപ്പിച്ചെടുക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. ഏത് തരം ഫുഡ് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് ചൂടുവെള്ളം തിളപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു പാന് അടുപ്പത്ത് വെക്കണം. ആ പാൻ തന്നെ പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ച് വരാനുണ്ട്. നല്ല പോലെ തിളച്ച് വരണം. നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് നല്ല പോലെ നമുക്ക് വെട്ടി തിളപ്പിച്ചെടുക്കാനുണ്ട്. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ പാത്രം യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. പുതിയൊരു വീഡിയോയിലും ഇതുപോലത്തെ ടിപ്സും റെസിപ്പീസും വ്ളോഗ്സ് ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.